നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ മുഖ്യമന്ത്രിയെ പൊക്കിയടിക്കുന്നതിന് വേണ്ടി PR വർക്ക് തകൃതിയായിട്ടായിരുന്നു നടന്നിരുന്നത്. അതായത് മുഖ്യന്റെ തല, മുഖ്യന്റെ ഫുൾ ഫിഗർ, അതായിരുന്നു കേരളം കണ്ടുകൊണ്ടിരുന്നത്. PR വർക്കിന് വേണ്ടി കോടാനുകോടികളാണ് പൊടിച്ചത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ ഒരു ശുഷ്കാന്തി ഇപ്പോൾ കാണാനില്ല. അതായത് PR വർക്ക് തള്ളിമറിക്കാൻ ഇപ്പോൾ ആരും രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളത്. അതായത് തദ്ദേശത്തിൽ CPM അടപടലം വീണതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആയിരിക്കാം അധികാരത്തിൽ വരുന്നത് എന്നുള്ള ഒരു ചർച്ച സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റ് വലതിലേക്ക് വീശുന്നതോടുകൂടി ഇനി ഉദ്യോഗസ്ഥരെല്ലാവരും, അതായത് PR വർക്കുകാർ ഉൾപ്പെടെ അങ്ങ് വലത്തോട്ട് ചായാനുള്ള ഒരു നീക്കം തുടങ്ങിയിട്ടുണ്ട്. അധികാരം അത് ചിലരെ മത്തുപിടിപ്പിക്കും, ഭ്രമിപ്പിക്കും. അതിന്റെ ആസക്തിയിൽ സർവാധികാരി ഞാനാണ്, ഞാൻ കഴിഞ്ഞേ മറ്റെന്തുമുള്ളു എന്ന അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ നിലത്തേക്ക് വീഴും. അതാണ് പിണറായിയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. അധികാരം ആ മനുഷ്യനെ മത്തുപിടിപ്പിച്ചിരുന്നു. ഒരു ഏകാധിപതിയെ പോലെ ആ മനുഷ്യൻ പെരുമാറി, ഭരണം നടത്തി. അതിനുള്ളതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ പലരും ഇപ്പോൾ തടി തപ്പുകയാണ്. ഇനി പിണറായിയുടെ കപ്പലിൽ നിന്നിട്ട് കാര്യമില്ല, കപ്പൽ ഏതാണ്ട് മുങ്ങാറായി എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പലരും ചുവട് മാറ്റി തുടങ്ങിയിട്ടുണ്ട്, പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്, വേറെ ജില്ലകളിലേക്ക് ചേക്കേറാനും തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിയോടെ പിണറായി സർക്കാരിന് വേണ്ടി കൈമെയ് മറന്ന് കളത്തിലിറങ്ങാൻ ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ അത്ര അങ്ങോട്ട് സൗകര്യമില്ലാത്തൊരവസ്ഥ. പിണറായി 3.0യ്ക്ക് പദ്ധതികൾ അണിയറയിൽ ആവിഷ്കരിച്ച് അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഇടതു പ്രവർത്തകർ വഴിയും നടപ്പിലാക്കാൻ വലിയ പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും തദ്ദേശത്തിലെ ഞെട്ടിക്കുന്ന തോൽവിയോടെ അതെല്ലാം അവതാളത്തിലായിരിക്കുകയാണ് എന്ന ഒരു സൂചന പുറത്തുവരുന്നു. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെ മുന്നിൽ നിർത്തിയാണ് ഈ പദ്ധതികൾ തയ്യാറാക്കിയത്. എന്നാൽ തദ്ദേശത്തിലെ ഇടതു തോൽവിയോടെ ഭരണമാറ്റം എന്ന വികാരമാണ് ശക്തമായിരിക്കുന്നത്. ഇതോടെ ഫലത്തിൽ അയ്യപ്പ കോപം ഉദ്യോഗസ്ഥരും തിരിച്ചറിയുന്നു. ഭരണം മാറിയാലും സേഫ് ആകാനുള്ള മുൻകരുതലാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സംസ്ഥാനത്ത് 80 ലക്ഷം വീടുകളിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ LDF പ്രവർത്തകരെ സംയുക്തമായി അയച്ച് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു നീക്കം. ഇതിന്റെ ഏകോപനം ചീഫ് സെക്രട്ടറി ജയതിലകിനായിരുന്നു. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 5 രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ സന്ദർശനത്തിൽ ഓരോ മണിക്കൂറിലും ജയതിലക് ഒപ്പമുണ്ടായിരുന്നു. മാത്രമല്ല, നോർക്കയുടെ ഡാറ്റാ ബേസ് ഉപയോഗിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളുടെ ലോക കേരള സഭയിലൂടെ പരിചയപ്പെട്ട എല്ലാ പ്രമാണിമാരിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ശേഖരണത്തിന്റെ പ്രവർത്തനവും നടക്കുന്നതായി ആരോപണമുണ്ട്. പിണറായി 3.0 യാഥാർത്ഥ്യമായാൽ തനിക്ക് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലയിൽ അവസരമടക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതുവരെ ഉദ്യോഗസ്ഥരെല്ലാം തിരുവായ്ക്ക് മറുവായില്ലാതെ പ്രവർത്തിച്ച അവസ്ഥയിലായിരുന്നു. സ്വതന്ത്ര അഭിപ്രായം പറയുന്നതിന് IAS ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ വിലക്കായിരുന്നു ഏർപ്പെടുത്തിയതും. മുഖ്യമന്ത്രിക്ക് വേണ്ടി പണിയെടുക്കുന്ന 1 ഡസനോളം വിരമിച്ച IAS ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് ഭരണത്തിന്റെ കടിഞ്ഞാൺ എന്ന ആരോപണം കാലങ്ങളായുണ്ട്. ഇതിൽ നേതൃത്വം നൽകുന്നത് 1982 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ KM എബ്രഹാം ആണ് എന്നുള്ളതും പരസ്യമായ രഹസ്യമാണ്. നിലവിൽ 4-5 തസ്തികകളിലാണ് എബ്രഹാം പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, KDISCന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, പ്ലാനിംഗ്, ധനകാര്യ വകുപ്പുകളിൽ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പദവികൾ. സർക്കാരിലെ ഖജനാവിന്റെ പൂർണ്ണ നിയന്ത്രണവും എബ്രഹാമിനാണ് എന്ന ഒരു ആരോപണമുണ്ട്. 3ാം സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സർക്കാരിനുള്ളിലെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ഏകോപനവും എബ്രഹാമാണ് നിർവഹിക്കുന്നത്. ഇതിനായി 40 കോടി രൂപ ചെലവിൽ CM കോൾ സെന്റർ എന്ന പേരിൽ പൗരന്മാരെ നേരിട്ട് വിളിച്ച് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അറിയിക്കുന്നതിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കുന്ന സംവിധാനം എബ്രഹാം സജ്ജമാക്കിയിട്ടുണ്ട്. പിണറായി 3.0 പ്രോജക്ടിന്റെ മുഖ്യ ശില്പിയും ഉപദേഷ്ടാവും എബ്രഹാമാണ്. ഇതിനായി അദ്ദേഹം എയർ ഇന്ത്യ ഉപയോഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ കെട്ടിടം ഒരു ഫ്ലോർ വാടകയ്ക്കെടുത്ത് ഇടതുപക്ഷ അനുകൂലികളായ ഉദ്യോഗസ്ഥരുടെ ഒരു പടയെ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് എന്നുള്ള ആരോപണമുണ്ട്. അതേസമയം സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ ശബ്ദമുയർത്തി പ്രതികരിക്കാൻ സാധിക്കാത്തതിൽ അസ്വസ്ഥമാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ. 2021 ഫെബ്രുവരിയിൽ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന്റെ ഗുണങ്ങൾ കഴിഞ്ഞ 4.5 വർഷം കൊണ്ടും ജീവനക്കാർക്ക് പൂർണ്ണമായി നൽകാനായിട്ടില്ല.
40,000 കോടിയോളം രൂപയെങ്കിലും സമയത്ത് നൽകാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നഷ്ടപ്പെട്ടു. നിലവിൽ 3 DA കുടിശ്ശികകൾ നൽകാൻ കിടക്കുകയാണ്. ഇവ ക്ഷാമബത്ത കുടിശ്ശിക പെൻഷൻകാർക്ക് കൊടുക്കാൻ വൈകിയതിൽ ശരാശരി ഒരു ജീവനക്കാരന് 1.5 ലക്ഷം രൂപയുടെയെങ്കിലും നഷ്ടം സംഭവിച്ചതായിട്ടാണ് വിവരങ്ങൾ. നിരവധി പെൻഷൻകാർക്ക് കുടിശ്ശിക സ്വീകരിക്കാനാവാതെ ഇതിനിടെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം പെൻഷൻമാർ ഇത്തരത്തിൽ മരണപ്പെട്ടതായി കണക്കാക്കുന്നു. ഇതിലെല്ലാം ഉദ്യോഗസ്ഥർ അസ്വസ്ഥരാണ്. സംസ്ഥാനത്തെ മുതിർന്ന IAS IPS ഉദ്യോഗസ്ഥർക്കിടയിലും വ്യാപകമായ പ്രതിഷേധമുണ്ട്. 2016 തുടങ്ങിയ ഉദ്യോഗസ്ഥ വേട്ട കഴിഞ്ഞ 9.5 വർഷവും തുടരുന്ന അവസ്ഥയാണ്. ഉദ്യോഗസ്ഥരുടെ ഏറ്റവും പ്രകടമായ ഒരു വശമാണ് വേട്ടയാടുന്നവരും പിന്നീട് വേട്ടയാടപ്പെട്ടു എന്നുള്ളതാണ്. പിണറായി വിജയൻ വൈദ്യുത മന്ത്രിയായിരുന്ന കാലത്ത് ഒപ്പം ജോലി ചെയ്ത ഏറ്റവും അടുപ്പമുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം കരിയർ തകർക്കുന്ന നിലയിലുള്ള കേസുകളും പ്രോസിക്യൂഷനുകളുമാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ലാവ്ലിൻ ഇടപാടിൽ പ്രതിയാക്കപ്പെട്ട K മോഹനചന്ദ്രൻ, ശിവദാസൻ, റെയിൽവേ സർവീസ് KSEB ഉദ്യോഗസ്ഥരായ കസ്തൂരി രംഗൻ അയ്യർ, രാജശേഖരൻ നായർ എന്നിവർ ഇപ്പോഴും സുപ്രീം കോടതിയുടെ കാരുണ്യം കാത്ത് കഴിയുന്നു. അന്ന് സഹകരണ വകുപ്പ് രജിസ്ട്രാറും പിന്നീട് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുമായ നളിനി നെറ്റോയോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിയായും പിന്നീട് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായെങ്കിലും പിന്നീട് രോഗബാധിതനായി അവർ രാജിവെച്ചൊഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ OSDയും IT സെക്രട്ടറിയുമായി ചുമതലയേറ്റ M ശിവശങ്കർ 2020 കസ്റ്റംസിന്റെ കേസുകളിൽ കുരുങ്ങി 1 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞു. പിന്നീട് സർവീസിൽ അല്പകാലത്തേക്ക് മടങ്ങിയെത്തിയെങ്കിലും അദ്ദേഹം വലിയ കുരുക്കിലാണ് ഇപ്പോഴും പെട്ടുകിടക്കുന്നത്. പിണറായി സർക്കാർ വേട്ടയാടിയ IPS ഉദ്യോഗസ്ഥന്മാരായ TP സെൻകുമാർ, DGP ജേക്കബ് തോമസ്, DGP IG P വിജയൻ എന്നിവർ പ്രമുഖരാണ്. ഇതിൽ വിജയനെ വേട്ടയാടാൻ മുന്നിട്ടിറങ്ങിയ M അജിത് കുമാർ പിന്നീട് പിണറായിക്ക് വേണ്ടി പൂരം കലക്കിയെന്ന ആരോപണം നേരിട്ടു. മറ്റു പല വിവാദങ്ങളും പിന്നാലെ എത്തിയപ്പോൾ അദ്ദേഹം ഇപ്പോൾ സേനയ്ക്ക് പുറത്താണ്. സംസ്ഥാന പോലീസ് മേധാവിയാകും എന്ന് കരുതിയ അജിത് കുമാറിന് ആ പ്രതീക്ഷയും നഷ്ടമായി. KM അബ്രഹാമിനെതിരെ വിജിലൻസ് നടത്തിയിരുന്ന അന്വേഷണ ഫയലുകൾ CBIക്ക് കൈമാറിയെന്ന ആക്ഷേപം ഉന്നയിച്ചാണ് DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരെ നടപടികൾ സ്വീകരിച്ചത്. സർവീസ് പരിക്കേൽക്കാതെ എങ്ങനെയും അവസാനിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് മടങ്ങണം എന്ന് വിചാരിക്കുന്ന അന്യദേശക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് DGP പദവിക്ക് സർക്കാർ പരിഗണിച്ചത്. എത്ര മോശം ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണെങ്കിലും അനുസരണ മാത്രമാണ് തന്റെ മാനദണ്ഡം എന്നതാണ് പിണറായിയുടെ നിലപാട്. മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്ന S അനന്തകൃഷ്ണൻ, ശ്രീലേഖ, സന്ധ്യ തുടങ്ങിയ മലയാളി ഓഫീസർമാരെ ഒന്നടങ്കം പ്രധാന പദവികളിൽ നിന്നും തടഞ്ഞിരുന്നു. IASലെ സ്ഥിതിവിശേഷം ഒട്ടും വ്യത്യസ്തമല്ല. സ്വതന്ത്ര അഭിപ്രായം പറയുന്നതിന് IAS ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ വിലക്കാണുള്ളത്. ഇത്തരത്തിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം തദ്ദേശ ഫലത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അതായത് പിണറായി താഴെ ഇറങ്ങി അടുത്തവർ വരട്ടെ എന്ന് പല ഉദ്യോഗസ്ഥരും കണക്ക് കൂട്ടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.